Hi friends, welcome to Literature Glitz. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ കേറ്ററ്റ് 2021 കേറ്ററ്റിലെ കാറ്റഗറി 3 പാർട്ട് 3 ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഫ്രം 71 to 80 ആണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ ആൻസറും പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അനാലിസിസും ചെയ്യാം. Question 71. Pick the Jnanapith winner. Options are Vishnu Narayanan Namboothiri, Ayyappa Panikkar, U.R. Anandamurthy, Atmaram Krishnakumar. Here, the right answer is U.R. Anandamurthy. അദ്ദേഹം ഒരു കന്നഡ റൈറ്റർ ആയിരുന്നു ആൻഡ് 1994 അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്നത്. പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ ബൂക്കർ പ്രൈസിൻ്റെ ഫൈനലിസ്റ്റ് ലിസ്റ്റിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. എ വിഷ്ണുനാരായണൻ നമ്പൂതിരി, അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയും പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പ പണിക്കറിനും സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി അവാർഡും പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ആത്മാറാം കൃഷ്ണകുമാർ, he was an Indian scientist. അതുപോലെ തന്നെ 2021 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. 2021 ജ്ഞാനപീഠം അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് 55th ജ്ഞാനപീഠ് അവാർഡായിരുന്നു. ജ്ഞാനപീഠ് അവാർഡ്സ്, അതുപോലെ തന്നെ നൊബേൽ പ്രൈസ്, ബുക്കർ പ്രൈസ്, അങ്ങനെയുള്ള പ്രത്യേകിച്ച് കറൻ്റ്ലി കിട്ടിയിട്ടുള്ളത് എല്ലാം നമ്മൾ എക്സാമിന് മുമ്പ് ഒന്ന് നോക്കി ഓർത്ത് വച്ചിട്ട് പോകുന്നത് നല്ലതാണ്. A term for lines of iambic pentameter that rhyme in pairs. Options are rhyme royal, blank verse, heroic couplet, terza rima. See, ഇവിടെ നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് പലപ്പോഴും ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ട്. സി, ഇവിടെ കണ്ടോ, റൈം ഇൻ പെയർസ് എന്നാണ്. പെയറിൻ്റെ വേറൊരു പേരാണ് എന്ത്? കപ്പിൾ, ഗ്രൂപ്പ് ഓഫ് 2 അല്ലേ? അപ്പോൾ ദ ആൻസർ ഇസ് heroic couplet. അപ്പോൾ heroic couplet means it's a term for lines of iambic pentameter that rhyme in pairs. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. റൈം റോയൽ. റൈം റോയൽ ഇറ്റ്സ് എ സ്റ്റാൻസ ഓഫ് 7 10-syllable lines rhyming AB AB BC C, and it was introduced by Geoffrey Chaucer. And next one is blank verse. Blank verse, it is an unrhyming verse in iambic pentameter lines, and rhythm is based towards a pattern in which an unstressed syllable is followed by a stressed one. അതുപോലെ തന്നെ ഇതിനൊരു there won't be formal rhyme scheme blank verse-ന്. Okay, and next one is terza rima. It is a verse form composed of iambic tercets. Tercets means എന്താണ് tercets? 3 ലൈൻ ഗ്രൂപ്പിംഗ് ആണ്. കപ്ലറ്റ് അതിൻ്റെ അതുപോലെ 3 ലൈൻ വരുന്നതാണ് എന്താണ് tercets എന്ന് പറയുന്നത്. ആൻഡ് ദ റൈം സ്കീം ഇസ് ABA BCB CDC എക്സെട്ര. ഓക്കെ, ഇങ്ങനത്തെയുള്ള എല്ലാ വേർഡുകളും നമ്മൾ ബ്ലാങ്ക് വേഴ്സ്, റൈം റോയൽ, ഹീറോയിക് കപ്ലറ്റ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വച്ചിരിക്കുന്നതും അതിൻ്റെ ഡെഫിനിഷനും ഒക്കെ നോക്കി വച്ചിരിക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇതുപോലെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. 73rd question. A neologism is options: a new word, a new argument, a new philosophy, a new subject. The answer is a new word. Neologism means the coinage of a new word or expression. The first of romantic poets to die.
ക്ലാസി ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് കണ്ട് എത്ര ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അല്ലേ. ഫസ്റ്റ് ഓഫ് റൊമാൻറ്റിക് പോയറ്റ്സ് ടു ഡൈ എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും ഒക്കെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഡെത്ത് ഡേറ്റും ഒക്കെ ഓർത്ത് വച്ചേക്കുന്നത് നല്ലതാണ്. ഓക്കെ, ആൻഡ് വിൽ സീ ദ ഓപ്ഷൻസ്: ബൈറൺ, ഷെല്ലി, കീറ്റ്സ്, കോൾറിഡ്ജ്. The answer is Keats. Keats died on 23rd February 1821 and he died of tuberculosis. അദ്ദേഹം 25 വയസ്സുള്ള സമയത്താണ് കീറ്റ്സ് മരണപ്പെട്ടത്. and he was the poet to die first. And Byron died at the age of 36 in 1824 and he died of fever. And Shelley, നമുക്ക് എല്ലാവർക്കും അറിയാം, ഷെല്ലി മരിച്ചത് ഒരു ബോട്ട് ആക്സിഡൻറ്റിലാണ്. ആൻഡ് അദ്ദേഹം മരണപ്പെട്ടത് 1822 at the age of 30. And Coleridge died at the age of 61 in 1834. 75. Iago is one of Shakespeare's best known heroes, villains, heroines, comedians. The answer is villains. And it's from his well-known play Othello. അപ്പോൾ ഇയാഗോ വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ്. അപ്പോൾ ഓണസ്റ്റ് ഇയാഗോ എന്നൊക്കെ ഒഥല്ലോ ഇയാഗോയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഹി വാസ് ഫേക്ക് ആൻഡ് ഹി റെപ്രസെൻറ്റ് ഈവിൽ ആൻഡ് ക്രുവാലിറ്റി. അപ്പം അങ്ങനത്തെ ഒരു വളരെയധികം പ്രത്യേകത ഉള്ള ഒരു വില്ലനായിരുന്നു ഇയാഗോ. ഷേക്സ്പിയറിൻ്റെ കൃതികളും പിന്നെ അതുപോലെ തന്നെ അതിൽ മെയിൻ ക്യാരക്ടേഴ്സ്, ഹീറോസ്, വില്ലൻസ്, കൊമേഡിയൻസ്, ഹീറോയിൻസ് എല്ലാം ഒന്ന് നോക്കി വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാ കൃതികളുടെ ഒരു സമ്മറി എങ്കിലും അറിഞ്ഞിരിക്കുന്നതും വളരെ നല്ലതാണ്. T.S. Eliot's well-known poem published in the early 20th century is Wasteland, The Wasteland, Wasteland 1922, The Wasteland. കണ്ടോ, ഇതൊരു ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേസ്റ്റ്ലാൻഡ് പബ്ലിഷ് ചെയ്തത് 1922 തന്നെയാണ്. പക്ഷേ കണ്ടില്ലേ അപ്പം നമ്മൾ ഒരു പോം പഠിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് നമ്മൾ നന്നായിട്ട് നോക്കി വയ്ക്കണം. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും പൊതുവേ കൺഫ്യൂഷൻ ഉള്ളതാണ്. ദ ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ, ദ വേസ്റ്റ് ലാൻഡ്. ആൻഡ് ഈ വേസ്റ്റ് ലാൻഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് 5 പാർട്സ് ഉണ്ട്. ആ 5 പാർട്ടിൻ്റെയും പേര് എങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കണം. എ ഗെയിം ഓഫ് ചെസ്, ദ ഫയർ സെർമൺ, ഡെത്ത് ബൈ വാട്ടർ, വാട്ട് ദ തണ്ടർ സെറ്റ്, ദ ബറിയൽ ഓഫ് ദ ഡെത്ത്. അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ്സിൽ കോട്ട്സും ഒരു കോട്ട് തന്നിട്ട് അതിലെ ലൈൻസ് തന്നിട്ട് ഇത് വേസ്റ്റ് ലാൻഡ് ഇത് ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണാറുണ്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് topic. Next question. 77. The winner of the Nobel Prize for Literature in 2020. Options are Martin Amis, Kazuo Ishiguro, Louis Gluck, Hilary Mantel. The answer is Louis Gluck. Louis Gluck is an American poetess and she has also won Pulitzer Prize. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഉള്ള ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ മാർട്ടിൻ എയ്മസ് ആണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ്. ആൻഡ് ബി കെസുവോ ഇഷിഗുവാരോ, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ്, പക്ഷെ അദ്ദേഹം ഒരു ജാപ്പനീസ് വംശജനാണ്. ആൻഡ് ഹീ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഹീ ഗോട്ട് ദ നൊബേൽ പ്രൈസ് ഇൻ 2017. 2017 നൊബേൽ പ്രൈസ് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഹിലാരി മാന്റൽ. ഹിലാരി മാന്റൽ and she is also a British novelist and she got the Booker Prize in 2021. so ഈ ഹിലാരി മാന്റലും ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് ബിക്കോസ് 2021 ബുക്കർ പ്രൈസ് കിട്ടിയത് അദ്ദേഹത്തിനാണ്.
Poetry makes nothing happen. Lamented T.S. Eliot, W.H. Auden, William Carlos Williams, Wallace Stevens. The answer is W.H. Auden. അദ്ദേഹത്തിൻ്റെ പാർട്ടിസൺ റിവ്യൂ എസ്സേ എന്ന് പറയുന്ന ഇതിലാണ് അദ്ദേഹം ഇങ്ങനെ ലെമൻറ്റ് ചെയ്തത്. എന്താണ്? പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ. അപ്പോൾ ആ പാർട്ടിസൺ റിവ്യൂ എസ്സേ, അപ്പം W.H. ഓഡൻ, അതെല്ലാം ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വാലസ് സ്റ്റീവൻസ് ഇസ് എൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് വില്യം കാർലസ് വില്യംസും ഒരു അമേരിക്കൻ പോയറ്റാണ്. ഇവരെല്ലാം തന്നെ they are also associated with modernism and imagism. Next question. 79. The episode of The Spider and the Bee occurs in options: The Ballad of Robert Bruce, The Tale of a Tub, The Battle of Books, Paradise Lost. And the answer is The Battle of Books. The Battle of the Books is the name of a short satire written by Jonathan Swift, and it is published as a part of the Prolegomena to his Tale of the Tub in 1704. അപ്പോൾ എന്താണ് പ്രോളിഗോമിനൻ? അതായത് അദ്ദേഹം ജോനത്തൻ സ്വിഫ്റ്റിൻ്റെ ടെയിൽ ഓഫ് ടബ് എന്ന് പറയുന്ന ഒരു സറ്റയറിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ എഴുതിയ പ്രോളിഗോമിനൻ മീൻസ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഷോർട്ട് ആൻഡ് ക്രിട്ടിക്കൽ ഇൻട്രൊഡക്ഷൻ ആണ് ദ ബാറ്റിൽ ഓഫ് ബുക്സ്. അപ്പോൾ അതിലത്തെ ഒരു എപ്പിസോഡാണ് ദ സ്പൈഡർ ആൻഡ് ദ ബീ എപ്പിസോഡ്. ആൻഡ് ഹിയർ ഇറ്റ്സ് എൻ അലിഗറി. സ്പൈഡർ represents moderns and bee represents ancient writers. And let's see the other options. The Ballad of Bruce, അത് ഒരു സ്കോട്ടിഷ് കിങ്ങിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ സ്റ്റോറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സംടൈംസ് നമുക്ക് ഈ സ്പൈഡറും റോബർട്ട് ബ്രൂസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ സ്കോട്ട്ലൻഡിലെ കിങ് ആയിരുന്നു റോബർട്ട് ബ്രൂസ്. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം ഇംഗ്ലണ്ടിനോട് തോറ്റിട്ട് അദ്ദേഹം യുദ്ധത്തിൽ തോറ്റു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് ഓടിപ്പോയിട്ട് ഒരു ഡെന്നിൽ, ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ ആ ഗുഹയുടെ ഓരത്ത് ഒരു സ്പൈഡർ വെബ് ഉണ്ടാക്കുന്നത് കണ്ടു. ആ സ്പൈഡർ ഒരു പ്രാവശ്യം ഒരു വെബ് ഉണ്ടാക്കും, അത് പൊട്ടിപ്പോവും. പിന്നെയും ആ സ്പൈഡർ വെബ് ഉണ്ടാക്കും, പിന്നെയും അത് പൊട്ടിപ്പോവും. അങ്ങനെ കുറേ പ്രാവശ്യം പരിശ്രമിച്ച് അവസാനം ഒരു വലിയ നല്ല ഒരു വെബ് ഈ സ്പൈഡർ ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് കണ്ടപ്പോൾ റോബർട്ട് ബ്രൂസിന് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡായി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ വി ഹാവ് ടു ട്രൈ ആൻഡ് ട്രൈ അൺടിൽ വി സക്സീഡ് എന്നുള്ള ഒരു പാഠം അദ്ദേഹം ആ സ്പൈഡറിൽ നിന്ന് പഠിക്കുകയും അദ്ദേഹം തിരിച്ചു പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അത് ആ ഒരു സ്റ്റോറിയിലും സ്പൈഡർ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പൈഡർ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് റോബർട്ട് ബ്രൂസായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. ദ സ്പൈഡർ ആൻഡ് ദ ബീ എപ്പിസോഡ് ഉള്ളത് ദ ബാറ്റിൽ ഓഫ് ബുക്സിലാണ്. പിന്നെ പാരഡൈസ് ലോസ്റ്റ്, ആസ് വി ഓൾ നോ, അത് ജോൺ മിൽട്ടൻ്റെ ഒരു ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. 8th one, for God's sake hold your tongue and let me love, is a line from the poem by, നമുക്ക് എല്ലാവർക്കും അറിയാം, it's a well known poem. It's written by John Donne and it's from the poem Canonization. Canonizationലെ ലൈൻസ് ആണ്. അത് മാത്രമല്ല ഈ കോട്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? എബ്രഹാം കൗളി, ആൻഡ്രൂ മാവൽ, ഹെൻറി വോൺ, ഇവരെല്ലാം തന്നെ മെറ്റഫിസിക്കൽ പോയറ്റ്സ് ആണ്. എല്ലാം ഇവരുടെ എല്ലാ കൃതികളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 71 to 80 വരെയുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ബാക്കി 10 ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ പ്ലീസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.